മത്സ്യബന്ധനം അവസാനിക്കാറായിട്ടും അറ്റകുറ്റപ്പണികൾ പോലും നടത്താനാകാതെ മത്സ്യത്തൊഴിലാളികൾ. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള പണം പോലും കണ്ടെത്താനാകാതെ ദുരിതത്തിലാണ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിനു ശേഷം ചാകരക്കോളുകൾ തേടി മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടും കടലിലേക്കിറങ്ങാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലയളവ് തീരദേശത്തെ സംബന്ധിച്ച് ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കുകയും ക്രമീകരണ പ്രവർത്തനങ്ങൾക്കുമുള്ള സമയമാണ്. മുൻ വർഷങ്ങളിൽ വൻതുക മുടക്കിയാണ് ബോട്ടുകൾ ഒട്ടുമിക്കതും അറ്റകുറ്റപ്പണി തീർത്തിരുന്നത്. കടം വാങ്ങിയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ ുമാണ് ബോട്ടുകൾ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തിയത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബോട്ടുടമകൾക്ക് ഉണ്ടായത്. കൂടാതെ ഫിഷറീസ് വകുപ്പ് ഭീമമായ പിഴ ചുമത്തുന്നതും പ്രതിസന്ധിയിലാക്കി. പ്രതിസന്ധികൾക്കിടെ പണം കണ്ടെത്താനാകാതെ അറ്റകുറ്റപ്പണികൾ നടത്താനാവാത്ത സ്ഥിതിയിലാണിവർ. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് തന്നെ ആഴ്ചകളോളം കടലിലിറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വലിയ തുക നൽകി തൊഴിലാളികളെ എത്തിക്കാനാകാത്ത സാഹചര്യവും തിരിച്ചടിയാകുന്നുണ്ട്. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും അനിശ്ചിതത്വത്തിലായതോടെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാലും എങ്ങനെ കടലിലിറങ്ങാനാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം കൂടുതൽ കേടുപാടുകൾ സംഭവിച്ച ചില ബോട്ടുകൾ താൽക്കാലിക നവീകരണ പ്രവർത്തികൾ നടത്തുന്നുണ്ട്. പോസിറ്റീവ് ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.